ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി നമ്മുടെ വീട്ടിലൊക്കെ പുട്ട് ബാക്കി വരുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ടും കുറഞ്ഞ ചേരുവകൾ കൊണ്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. വളരെ സിമ്പിളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു സിമ്പിൾ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ പുട്ട് എടുത്തിട്ടുണ്ട്. പുട്ട് ഒന്ന് പൊടിച്ചിട്ടെടുക്കണം. ഞാനിവിടെ കൈ വെച്ചിട്ട് അങ്ങനെ പൊടിച്ചിട്ടെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് മിക്സിയുടെ ജാറിൽ ഒന്ന് ഇങ്ങനെ കറക്കിയെടുത്താലും മതി. ഞാൻ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്നിങ്ങനെ പൊടിച്ചിട്ടെടുക്കുന്നുണ്ട്. പുട്ടിലുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ നിന്നോട്ടെ കേട്ടോ. നമുക്കതൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇതിന് ഇത്ര അളവ് എന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം പുട്ട് ബാക്കിയുണ്ടാവും പുട്ട് വെച്ചിട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് കടലപ്പൊടിയാണ്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും ചേർക്കാം കേട്ടോ. അരിപ്പൊടിയൊന്നും ചേർക്കരുത്. ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ കടലപ്പൊടിയോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൂടെ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട്. ഒരു സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ പരിപ്പ് വടയിലോട്ടൊക്കെ എടുക്കില്ലേ, അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിലോട്ട് വേണ്ടത് മല്ലിയിലയാണ്. ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും എടുക്കുക കേട്ടോ. ഒരു മല്ലിയില ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മുളക് കട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്തിട്ട് കൊടുക്കുക. ഞാൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുന്ന സമയത്ത് പുട്ടിൽ നമ്മൾ നനയ്ക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കുമല്ലോ. അപ്പോൾ ആ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ചേർക്കാൻ കേട്ടോ. അപ്പോൾ ഒരു നുള്ള് ചേർത്തിട്ടേ ഉള്ളൂ. ഇനി മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ടങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ. ഇത് പുട്ട് വെച്ചിട്ടുണ്ടാക്കിയതാണെന്നൊന്നും പറയില്ല കേട്ടോ. സംഭവം നമ്മുടെ പരിപ്പ് വട കഴിക്കുന്ന പോലെ തന്നെയാണുള്ളത്. അതിനേക്കാളും ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ പരിപ്പ് വട ഒന്നും പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് പോലും എനിക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ എനിക്കിത് മിക്സ് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ളൂ. ഒരുപാട് വെള്ളം കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൊടിയൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി. അത് നമുക്കൊന്ന് കയ്യിലിങ്ങനെ പിടിക്കാൻ കിട്ടണം. ആ പരുവത്തിൽ കിട്ടിയാൽ മതി. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പരിപ്പുവടയൊക്കെ റെഡിയാക്കുന്ന പോലെ കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടെടുക്കാനും പറ്റും. കുറഞ്ഞ ചേരുവകളും മതി. നമ്മുടെ പുട്ട് വേസ്റ്റ് ആവില്ല കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടും എടുക്കാൻ പറ്റും. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളിങ്ങനെ ചെയ്ത് നോക്ക്. നിങ്ങളിങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കും കേട്ടോ. കാരണം അത്രയും സിമ്പിളുമാണ്, അത്രയും ടേസ്റ്റുമാണ്. പുട്ട് കൊണ്ട് ഉണ്ടാക്കിയതാണെന്നൊന്നും ആരും പറയില്ല. അപ്പോൾ എല്ലാം ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. തീ ഒരു ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. കാരണം ഞാൻ വളരെ തിന്നായിട്ടാണ് ഇത് ചെയ്തിട്ടെടുത്തിട്ടുള്ളത്. പിന്നെ പുട്ട് നമ്മൾ ഓൾറെഡി കുക്കാക്കിയതാണല്ലോ. പിന്നെ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അധികം സമയത്തിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നല്ല മുരിഞ്ഞ നല്ല പരിപ്പ് വട പോലത്തെ ഒരു വടയാണ് കേട്ടോ അത്. നല്ല ടേസ്റ്റാണ്. വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. മുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ റെഡി ആയിട്ടുള്ളത് ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. അപ്പോൾ മുഴുവനായിട്ട് ഞാനിവിടെ അങ്ങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്ക്. ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം. എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ബൈ ബൈ.